അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് 2025 നടന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ ഡിസ്കഷനായിട്ടാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിലോട്ട് പോവാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ്. 4 പ്രസ്താവന തന്നിട്ടുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. ഈ ചിത്രം വരച്ച വർഷം 1858 ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ്. കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥൻ്റെ വരവും ഈ ചിത്രം ഉയർത്തിക്കാണിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഈ ചിത്രം വരച്ച വർഷം 1858 എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ബാക്കി 3 പ്രസ്താവനകൾ ശരിയാണ്. സോ ആ പ്രസ്താവന ഒന്ന് ഓർത്തു വെക്കുക. അതായത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമായതായിരുന്നു ചോദിച്ചാൽ ഏതാണ്? റിലീഫ് ഓഫ് ലക്നൗ. അപ്പോൾ റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്ന ചിത്രം വരച്ചതാരാണ്? തോമസ് ജോൺസ് ബാർക്കർ ആയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പ്രമേയം എന്തായിരുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമായിരുന്നു. ഓക്കെ, അതുപോലെ ഈ ചിത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന ലക്നൗ കമ്മീഷണർ ഏതാണ്? ഹെൻറി ലോറൻസ് ആണ്. അപ്പോൾ ആ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗവിലെ കമ്മീഷണർ ആരാന്ന് വെച്ചാൽ ഹെൻറി ലോറൻസ് ആയിരുന്നു. ഓക്കെ, ഇനി കോളിൻ കാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥൻ്റെ വരവും ഈ ചിത്രം ഉയർത്തിക്കുന്നു. അതുപോലെ തന്നെ കോളിൻ കാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥൻ്റെ വരവ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു ചിത്രവുമായിട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട 3 പോയിന്റുകൾ കിട്ടിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങിയ ഓപ്ഷൻ കണ്ടെത്തുക എന്നാണ്. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങിയ ഓപ്ഷൻസ്. 1. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915 മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടന്നത് 1916 മാർച്ചിലായിരുന്നു. 1916 നവംബറിൽ ലക്നൗവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. അപ്പോൾ ഇതിനകത്ത് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915 ഓക്കെ, 1915 മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത്. അത് 1917 അതിനുശേഷം 2 വർഷം ശേഷമാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഓക്കെ, അപ്പോൾ 1915 ആഫ്രിക്കയിൽ നിന്ന് മഹാത്മാഗാന്ധി തിരിച്ചെത്തിയത്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടി എന്തായിരുന്നു? ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ഓക്കെ, അപ്പോൾ അതും ശരിയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം നടന്നത് 1916 മാർച്ചിലാണെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, 1916 നവംബറിൽ ലക്നൗവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു എന്നുള്ളതും തെറ്റാണ്. ഓക്കെ, അപ്പോൾ എയും ബിയുമാണ് ശരിയായ ആൻസർ ആണല്ലോ. സോ അപ്പോൾ മഹാത്മാഗാന്ധിയെ പറ്റിയിട്ടുള്ള 2 പോയിന്റുകൾ ഓർത്ത് വെക്കുക. 1, മഹാത്മാഗാന്ധി 1915 ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയത്. പിന്നെ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരമായിരുന്നു 1917 ചമ്പാരൻ സത്യാഗ്രഹം. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടി എന്തായിരുന്നു? ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ഓക്കെ, ഇനി കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തെറ്റായ പ്രസ്താവനകൾ. 1810 ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 ശരിയാണ്. ഓക്കെ,
ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ നടന്ന സമരമായിരുന്നു മൊറാഴ സമരം. ഇത് നടന്ന വർഷം എന്നാണ്? 1940 സെപ്റ്റംബർ 15. അപ്പോൾ മൊറാഴ സമരം നടന്ന കണ്ണൂർ ജില്ലയിൽ നടന്ന വർഷം എത്രയാണ്? 1940 സെപ്റ്റംബർ 15 മൊറാഴ സമരം കണ്ണൂർ ജില്ലയിൽ നടന്നത്. ഇനി കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28. കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28 ആയിരുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊണ്ടത് 1941 മാർച്ച് 28 എന്നുള്ളത്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേരെ തൂക്കിക്കൊന്നത് 1943 മാർച്ച് 28 എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 എന്നുള്ളത് ശരിയാണ്. സോ ഇവിടെ ചോദ്യം തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ സി ഈസ് ദ തെറ്റ് ആണ്. അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ്. ക്ലിയറായി? അപ്പോൾ ഇവിടെ പഠിക്കാനായിട്ട് കുറച്ച് 2-3 പോയിന്റുകളുണ്ട്. ഒന്ന്, മൊറാഴ സമരം നടന്ന ജില്ല കണ്ണൂർ ജില്ല, നടന്ന വർഷം 1940 സെപ്റ്റംബർ 15. ഇനി കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട എന്നായിരുന്നു? 1941 മാർച്ച് 28 1941 മാർച്ച് 28. 1941 മാർച്ച് 28 കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത്. ഇനി പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. ഓക്കെ, പുന്നപ്ര വയലാർ സമരം നടന്നത് 1946. ക്ലിയറായേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ 3 പ്രസ്താവനകൾ മാത്രമുള്ള ഓപ്ഷൻ കണ്ടെത്തുക. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1921. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയ പാർട്ടിയായിരുന്നു കുമിങ്താങ് പാർട്ടി. മാവോയുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് നടന്നത് 1934-35 കാലഘട്ടത്തിലായിരുന്നു. മഹത്തായ സാംസ്കാരിക വിപ്ലവം ചൈനയിൽ ആരംഭിച്ചത് 1966. സോ ഇവിടുത്തെ ശരിയായ 3 പ്രസ്താവനകൾ മാത്രം മതി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1921 ശരിയാണ്. അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായതെന്നാണ്? 1921. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഏറ്റുമുട്ടിയ പാർട്ടിയായിരുന്നു കുമിങ്താങ് പാർട്ടി. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയ പാർട്ടിയായിരുന്നു കുമിങ്താങ് പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അതും ശരിയാണ്. മാവോയുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് നടന്നത് 1934-35 കാലഘട്ടത്തിലായിരുന്നു. മാവോയുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് നടന്നത് എന്നാണ്? 1934-35 കാലഘട്ടത്തിലായിരുന്നു. അതും ശരിയാണ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 3 പോയിന്റ് പഠിക്കണം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടത് 1921. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയ പാർട്ടി ഏതാണ്? കുമിങ്താങ് പാർട്ടിയാണ്. മാവോയുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് നടന്നതെന്നാണ്? 1934-35 കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, ക്ലിയറായേ? നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലാണ്. ശരിയാണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ പുതിയ നായകനാണോ? ശുഭ്മാൻ ഗിൽ. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ 37ാമത്തെ ക്യാപ്റ്റനായിരുന്നു ശുഭ്മാൻ ഗിൽ. അതും ശരിയാണ്. 37ാമത്തെ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ക്യാപ്റ്റനായത്. തെറ്റാണ്. വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായിട്ടല്ല. മലയാളി താരം സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടില്ല. അതും ശരിയാണ്. ഓക്കെ, അപ്പം തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ഈസ് ദ തെറ്റായ പ്രസ്താവന. ഓക്കെ, ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക എന്നാണ്. ഓക്കെ, കറുപ്പ് അഥവാ ഇരുണ്ട നിറം, നേർത്ത തൂവൽ രൂപം, പഞ്ഞിക്കെട്ട് പോലെ കാണുന്നവ, ആകാശത്തിൻ്റെ സിംഹഭാഗം ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുക. അപ്പോൾ ആദ്യം കറുത്ത് അഥവാ ഇരുണ്ട് നിറം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയും അത് ഏതാണ്?
നിംബസ് മേഘങ്ങളാണ്. ഓക്കെ, നിംബസ്. ഇവിടെ ബാക്കി ഒന്നും അറിഞ്ഞുകൂടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നിംബസ് മേഘങ്ങൾ. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഒറ്റയടിക്ക് നമുക്കറിയാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷനിൽ നിംബസ് കിടക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. കണ്ടോ, നിംബസ്. ഇപ്പം വേറെ ഒന്നും അറിഞ്ഞുകൂടാങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, കറുപ്പ് അഥവാ ഇരുണ്ട നിറം എന്ന് പറയുന്നത് നിംബസ് മേഘങ്ങളാണ്. നേരത്തെ തൂവൽ രൂപമുള്ളത് സിറസാണ്. പഞ്ഞിക്കെട്ട് ക്യുമുലസ് ആണ്. അടുക്കുകളായി കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് എന്ന് പറയുന്നത്. ഓക്കെ, മഴമേഘങ്ങളെ അറിയപ്പെടുന്നതാണ് നിംബസ്. തൂവൽ രൂപത്തിലുള്ളത് സിറസ്, പഞ്ഞിക്കെട്ട് ക്യുമുലസ്, അടുക്കുകളായിട്ട് കാണപ്പെടുന്നത് സ്ട്രാറ്റസ്. ഓക്കെ, ക്ലിയർ ആണേ? നെക്സ്റ്റ്, താഴെ നൽകിയിരിക്കുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരണം ഏതല്ല? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. ആണല്ലോ, ശരിയാ. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് ത്രികോണാകൃതിയിലല്ലേ കാണപ്പെടുന്നത് അല്ലേ? ഇങ്ങനെയല്ലേ കാണപ്പെടുന്നത്? ആണല്ലോ. അപ്പോൾ അത് റൈറ്റ് ആൻസർ ആണ് അല്ലേ? അത് ശരിയാണ്. ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. ഇനി പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെ രൂപപ്പെട്ടതാണ് ഉപദ്വീപീയ പീഠഭൂമി. ആണല്ലോ, ശരിയാണ്. ലാവ തണുത്തുറഞ്ഞതിലൂടെ രൂപപ്പെട്ടതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. പീഠഭൂമിയുടെ പൊതുവായ ചരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. ആണോ? പൊതുവായ ചരിവെന്ന് പറയുന്നത് കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണോ? അല്ല, തെറ്റല്ലേ? ഇങ്ങനാണ്. പൊതുവേ തിരിച്ചാണ് അല്ലേ? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടെന്നുള്ളത് തെറ്റാണ്, ചരിവ് അല്ലേ? അപ്പോൾ ആ ഒരു പ്രസ്താവന തെറ്റാണ്. ശരാശരി ഉയരം എന്ന് പറയുന്ന 6000 തൊട്ട് 900 മീറ്റർ വരെ, അത് ശരിയാണ്. സോ ഓപ്ഷൻ 1, 2, 4 എന്നുള്ളതാണ് റൈറ്റ്. ഓക്കെ, ഓപ്ഷൻ 1, 2, 4. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ഡാഷ് ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപത്തിൻ്റെ 80% ഏതാണ്? ബിറ്റുമിനസ് ആണ്. ബിറ്റുമിനസ് ഇനത്തിൽപ്പെട്ടതാണ്. ഓക്കെ, കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുമുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖം ഏത് തുറമുഖമാണ്? ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള വിഴിഞ്ഞം തുറമുഖമാണ്. ഓക്കെ, വിഴിഞ്ഞം തുറമുഖമാണ് ആഴക്കടൽ തുറമുഖം. കേരളത്തിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം എന്ന് പറയുന്നത് ഏതാണ്? വിഴിഞ്ഞമാണ്. സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നറുകൾ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷിയുള്ള തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഓക്കെ, അപ്പോൾ ഇത്രയും 10 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് 10 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.